BaBu Monz TeChzലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സാംസങ് ഗാലക്സി F23 5G ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ബോക്സ് തുറന്നപ്പോൾ തന്നെ നമുക്ക് ആദ്യം ഫോണാണ് കിട്ടുന്നത്. പിന്നെ വേറൊന്നുമില്ലേ? കവറിൻ്റെ അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സിം കാർഡ് ടൂൾ കിട്ടി, പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ, പിന്നെ ഡോക്യുമെൻറ്റ്സ്, പിന്നെ നമുക്ക് ചാർജർ, കേസ്, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇതിലില്ല. ഈ ഫോണിൻ്റെ ഓവറോൾ ലുക്കില്ല, ബോഡിയുടെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ കാണുമ്പോൾ ഒരു ബാക്കിലൊരു ഗ്ലാസ് ഫിനിഷ് പോലെ തോന്നുക, പക്ഷേ പ്ലാസ്റ്റിക് ബാക്കാണ്. ഒരു സാറ്റിൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മളെ സാംസങ് ഫോണിൽ വരുന്ന ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ മുമ്പിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഓക്കെ, ഇനി പോർട്സ് ആൻഡ് ബട്ടൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് 3.5mm ജാക്ക്, പിന്നെ മൈക്ക്, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ലാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിന്റ് സ്കാനറും പിന്നെ വോളിയം അപ്പ് ആൻഡ് ബട്ടണാണ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം കാർഡ് ട്രേ ആണ് വരുന്നത്. അത് ഡെഡിക്കേറ്റ് മൈക്രോ എസ്ഡി സ്ലോട്ടും കൂടി ഉണ്ട്. ഇനി സ്പെസിഫിക്കേഷനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ആദ്യം ഡിസ്പ്ലേ വെച്ചിട്ട് തന്നെ തുടങ്ങും. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. IPS അല്ല, AMOLED അല്ല, TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ 120 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. ഓക്കെ, ബ്രൈറ്റ്നെസ് ഇൻഡോറിൽ കുഴപ്പമില്ല എന്നറിയാം, പക്ഷേ ഔട്ട്ഡോറിൽ കുറച്ച് കുറവാണ്. ഓക്കെ, വ്യൂയിങ് ആംഗിൾസ് എല്ലാം കുഴപ്പമില്ല. ഔട്ട്ഡോറിൽ പക്ഷേ നല്ല പ്രശ്നം ഉണ്ടാകും. ഈ സൂര്യൻ്റെ താഴെല്ലാം പോയിട്ട് അത്ര കറക്റ്റായിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല അത്ര. പിന്നെ 120 Hz എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലോണം മനസ്സിലാവും, എന്താ വെച്ചാൽ നല്ല സ്മൂത്ത്നെസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ മൾട്ടിമീഡിയനെ പറ്റി പറയുകയാണെങ്കിൽ മോണോ സ്പീക്കർ ആയതുകൊണ്ട് വലിയ അത്ര അഭിപ്രായമില്ല, സാധാരണ ഫോൺസ് പോലെ തന്നെ. പിന്നെ പ്രൊസറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 750G എന്ന് പറയുന്ന പ്രൊസറാണ് വരുന്നത്. പിന്നെ 2 വേരിയൻസ് ആണ് വരുന്നത്, 4GB 128GB, 6GB 128GB. LPDDR4X റാം ടൈപ്പാണ് വരുന്നത്. UFS 2.2ൻ്റെ റോം ടൈപ്പാണ് വരുന്നത്. ഇനി ഗെയിമിംഗ് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ BGMI വെരി ഹൈ ഇല്ലേ അൾട്രാ സെറ്റിംഗ്സ് നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ CODയിലും അതേപോലെ തന്നെ വെരി ഹൈ സെറ്റിംഗ്സ് കളിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് പെർഫോമൻസ് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കും. പിന്നെ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി ആണ് വരുന്നത്, 25 watts ചാർജിംഗ് പകരം. പിന്നെ വെർച്വൽ റാം വരുന്നുണ്ട്, അതിൽ നമുക്ക് 6GB വരെ കൂട്ടാൻ പറ്റും. അപ്പോൾ 6GBൻ്റെ വേരിയൻറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 6GB കൂട്ടിയിട്ട് ടോട്ടൽ നമുക്ക് 12GB ആണ് കിട്ടുന്നത് റാം. പിന്നെ ഇനി കണക്ടിവിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 5G 12 ബാൻഡ്സ് ആണ് കിട്ടുന്നത്. സാധാരണ 11 ബാൻഡ് വരെയാണ് മാക്സിമം കിട്ടുന്നത്, ഇതിൽ 12 ബാൻഡ് ഉണ്ട്. പിന്നെ കാരിയർ അഗ്രിഗേഷൻ ഉണ്ട്, വൈഫൈ കോളിംഗ് ഉണ്ട്, ബ്ലൂടൂത്ത് 5.0 ഉണ്ട്, ഡുവൽ ബാൻഡ് വൈഫൈ ഉണ്ട്, NFC അടക്കം ഉണ്ട്. 20,000 രൂപയുള്ള ഫോണിൽ NFC. പിന്നെ സെൻസേഴ്സ്, എല്ലാ സെൻസേഴ്സ് ഉണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്, അത് നല്ല സ്മൂത്ത് പോലെ ഓടും. പിന്നെ ഫേസ് അൺലോക്കും കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ Gcam സപ്പോർട്ടഡ് ആണ്. പിന്നെ വൈഡ് L1 സപ്പോർട്ടും കൂടി ഉണ്ട്. അതിനും കൊണ്ട് HD കണ്ട് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ എല്ലാത്തിലും കാണാൻ പറ്റും. പിന്നെ FM റേഡിയോ കൂടി ഉണ്ട്. പിന്നെ OSനെ പറ്റി പറയുകയാണെങ്കിൽ One UI 4.1 ആണ് വരുന്നത്, Android 12 ബേസ്ഡ്. പിന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുന്നത് ഫെബ്രുവരിൻ്റെയാണ്. പിന്നെ സാംസങ്ങിൻ്റെ ഹൈ എൻഡ് ഫോൺസിൽ മാത്രം കണ്ടുവരുന്ന നോക്സ് സെക്യൂരിറ്റി, സെക്യൂർ ഫോൾഡ്, പിന്നെ സാംസങ് പേ എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിലും കുറേ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ SAR വാല്യൂ വിത്തിൻ ലിമിറ്റ്സ് ആണ്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 50MP മെയിൻ ക്യാമറ, 8MP അൾട്രാ വൈഡ്, 2MP മാക്രോ. ഓക്കെ, 50MP ഒരു ഡീസെൻറ്റ് നോർമൽ ലൈറ്റിംഗ് കണ്ടീഷൻസിലെല്ലാം കുഴപ്പമില്ലാത്തൊരു ഫോട്ടോസ് കിട്ടും. ബാക്കി ഈ ഔട്ട്ഡോർ ഇതെല്ലാം വലിയ ഒരു ഡീസെൻറ്റ് ക്യാമറ അത്രേ പറയാൻ പറ്റും. പിന്നെ അൾട്രാ വൈഡ് മാക്രോയും തമ്മിൽ കുറച്ചൊരു കളർ ഡിഫറൻസ് കാണും ഫോട്ടോസ് തമ്മിൽ. പിന്നെ ഫ്രണ്ടിൽ 8MP സെൽഫി ക്യാമറ ആണ് വരുന്നത്, അതൊരു കുഴപ്പമില്ലാത്തൊരു ഡീസെൻറ്റ് ക്യാമറ എന്ന് പറയാം. പിന്നെ രണ്ടിലും വീഡിയോ റെക്കോർഡിംഗ് മാക്സിമം പറ്റുന്നത് 1080p 30fps വരെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാംസങ് ഫോണിനെ പറ്റിയുള്ളത്. അപ്പോൾ ഓവറോൾ ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എന്ന് പറയുന്നത് വെച്ചാൽ നല്ലൊരു 5G ഫോൺ, പെർഫോമൻസും കുഴപ്പമില്ല, ക്യാമറ ഒരു ഡീസൻറ്റ്, വലിയ ഇതൊന്നും പറഞ്ഞില്ല, ഒരു ആവറേജ് ക്യാമറ. പിന്നെ ഡിസ്പ്ലേ പോരാ, TFT ഡിസ്പ്ലേ ആണ് വരുന്നത്, IPS ഇല്ല, AMOLED ഇല്ല. പിന്നെ 120 Hz ഉണ്ട്, അതിനെക്കൊണ്ട് ഗെയിമിങ്ങിന് കുറച്ചും കൂടി ഇതുണ്ട്. പിന്നെ ബാറ്ററി കുറച്ച് നല്ല ബാറ്ററിയാണ്, കുറച്ച് വലിയ ബാറ്ററിയാണ്. പിന്നെ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യേണ്ട മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഫ്യൂച്ചർ പ്രൂഫ് ആയിരിക്കും. സെക്യൂരിറ്റി അപ്ഡേറ്റ് നിങ്ങൾക്ക് കുറേ കിട്ടാൻ പോകുന്നുണ്ട്. ഇപ്പം തന്നെ Android 12 ആണ് ഇതിൽ വരുന്നത്, ഫെബ്രുവരിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിലിപ്പോൾ Android 12 കഴിഞ്ഞാൽ 13, 14, 15 വരെ ഇതിന് അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും 13, 14 വരെ എന്തായാലും കിട്ടും. ബാക്കി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്തായാലും കിട്ടും. സാംസങ് എന്തായാലും ഇപ്പം കുറേ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഫോണാണ്, 5G ഫോണാണ്. 5G എപ്പോൾ ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ 5G പ്രൂഫ് ആയിന്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക BaBu Monz TeChzലേക്ക്. അപ്പോൾ ബൈ ഫ്രം BaBu Monz TeChz. So let me catch you